ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീനും അച്ചിങ്ങയും കൂടെ ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമുക്ക് പാന്തലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഒരുമാതിരി ഒരു മീഡിയം ചെമ്മീനായിരുന്നു കേട്ടോ, ചെറുതല്ലായിരുന്നു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ അച്ചിങ്ങയുടെ കൂടെ ഇട്ട് ചെമ്മീൻ ഉലത്താനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തോരൻ പോലെയും വെക്കാം, അല്ലാതെ മുളകൊക്കെ ഇടിച്ചിട്ട് ഒലത്തിയെടുക്കാം കേട്ടോ. അപ്പൊ ചെമ്മീനൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അതിന്റെ നടുവിലൊരു നാരില്ലേ, അത് ഫോർക്ക് വെച്ച് ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും കേട്ടോ. എന്നിട്ട് നമ്മളെ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് എളുപ്പമാകും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അച്ചിങ്ങയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് 2 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ചെമ്മീനും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, ചെമ്മീൻ അല്ലെങ്കിൽ വെളുത്തിരിക്കും, അതുകൊണ്ടാണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അങ്ങനെ കുറച്ച് നേരം വെച്ച് വേവിക്കാം കേട്ടോ. നമുക്ക് ചെമ്മീനും അച്ചിങ്ങയും എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ചെമ്മീനും അച്ചിങ്ങയൊക്കെ കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറെ ചുവന്നുള്ളിയില്ലേ, ചുവന്നുള്ളിയാണ് കേട്ടോ ഇടുന്നത്. ഇങ്ങനെയൊക്കെ മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി ഇടുന്നതാണ്. സവോളയെക്കാട്ടി ടേസ്റ്റ് വരുന്നത് ചുവന്നുള്ളി ഇടുമ്പോഴാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെമ്മീനും അച്ചിങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രമേ നമ്മൾ ഇടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. 2 പ്രാവശ്യമൊക്കെ ഇട്ട് ഓർക്കാതെയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ആദ്യമേ ഇടത്തില്ല കേട്ടോ. എനിക്ക് അത് ഇഷ്ടമല്ല. തേങ്ങ ഇങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്ക് അത്രയും വഴന്ന് എനിക്ക് ഇഷ്ടമല്ല. തേങ്ങയുടെ ആ പച്ച ചുവയില്ലേ, അതൊന്ന് നമുക്ക് ചെമ്മീനും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു പച്ച കടിക്കണം. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ അതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ചെമ്മീനും അച്ചിങ്ങയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണ്ടേ. ഇനി നമ്മൾ ഇടുന്നത് ഏറ്റവും ചതച്ച മുളകാണ് കേട്ടോ. ഞാൻ മുളക് വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ച് മുളക് കൂടുതൽ വാങ്ങിച്ചിട്ട് അത് പൊടിച്ചു വെച്ചേക്കും. അത് ചതച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചതച്ച മുളകാണ് ഇടുന്നത്. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇത്തിരി കളറൊക്കെ കുറവുണ്ടായിരിക്കും, പക്ഷെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഈ ചതച്ച മുളക് മെഴുക്ക് വരട്ടിക്ക് അതൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.